വിദേശ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശിലെത്തി. ബംഗ്ലാദേശ് വിദേശ സെക്രട്ടറിയുമായി മിശ്രി കൂടിക്കാഴ്ച നടത്തും. ധാക്കയിൽ വെച്ച് ഇടക്കാല സർക്കാരുമായി ഇന്ന് ചർച്ച നടത്തും. ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും എതിരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയണമെന്ന് ഇന്ത്യ ആവർത്തിക്കുകയാണ്. ഈ ബസന്ത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. ബസന്ത്, ചിന്മോയി കൃഷ്ണദാസ് അടക്കം ദിവസങ്ങളായി തുറങ്കലിലാണ്. ക്ഷേത്രങ്ങൾ തെരുതെരെ ആക്രമിക്കപ്പെടുന്നു. ഇസ്കോൺ അടക്കമുള്ളവർ വലിയ വിമർശനങ്ങളുമായി രംഗത്തുണ്ട്. പക്ഷേ ഒരു തരത്തിലും ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ ഒരു സമീപനം ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നില്ല എന്നാണ് വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ന്യൂനപക്ഷങ്ങൾ ഏൽക്കുന്ന പീഡനങ്ങൾക്കൊരു പരിഹാരമെങ്കിലും ഉണ്ടാക്കാൻ ഇന്ത്യയുടെ ഇടപെടലിന് സാധ്യമാകും? ദിവിഷ, ഇത് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന് അതിനുശേഷമുള്ള ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ വിദേശ സെക്രട്ടറി ധാക്കയിലെത്തുന്നത്. അദ്ദേഹം ഇന്ന് ബംഗ്ലാദേശ് വിദേശ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമായും ഇന്ത്യയുടെ ആശങ്കകൾ അദ്ദേഹം അറിയിക്കുകയാണ്. ഇതിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും പ്രത്യേകിച്ച് ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയും നടക്കുന്ന ആക്രമണങ്ങൾ നിർത്തണം എന്ന് നിരവധി തവണ വിദേശ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള നിലപാട് വീണ്ടും ആവർത്തിക്കാനാണ് വിക്രം മിശ്രി ഇന്ന് ധാക്കയിലെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് നേരിട്ട് നിക്ഷേപമുള്ള നിരവധി വികസന പദ്ധതികളും ഉണ്ട്. ഇവയുടെയൊക്കെ ഭാവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്നുണ്ടാവും.